തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം. കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ടു ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ മികച്ച വിലയിൽ മികച്ച പ്രോപ്പർട്ടികൾ കാണിച്ചു തരുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഇതാ. ഇനി കമ്മീഷനില്ല, കൂട്ടി പറയുന്ന വിലകളുമില്ല. ലോഗിൻ ചെയ്യൂ tittithara.com. കേരളത്തിൽ ഇന്ന് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കൊട്ടാരം തന്നെ ആകട്ടെ ഹോം ടൂർ എന്ന് നമ്മളെന്ന് വിചാരിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നേരിട്ടൊരു തുരങ്കമുണ്ട്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ തുരങ്കമുണ്ട്. ഇത് കണ്ടോ, കുളച്ചൽ യുദ്ധത്തില് 1743 ഉപയോഗിച്ചിരുന്നേ. പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന്റെ പുറവിലെ കടലാണ്. കഥ കേട്ടിട്ടുണ്ട്, ഒരു പോറ്റി ഇങ്ങനെ മോതിരം മുക്കി കടലാണെന്നൊക്കെ ഇങ്ങനെ പഴയ ഇതുപോലെ ഈ ബി നിലവറയെ പറ്റി പറയുന്ന പോലെ ഈ കഥകള്. ഈ കവടിയാർ കൊട്ടാരം എന്ന് പറയുന്നത് 150 പരം മുറികളുള്ള കൊട്ടാരമാണ് എന്നാണ് എനിക്ക് വിക്കിപീഡിയന്ന് കിട്ടിയ അറിവ്. കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഏകദേശം 100 അടുപ്പിച്ച് വരും. ഉണ്ടാവും അല്ലേ? പിക്ചർ ഇതാണല്ലേ? ഇതാണ് ഇതിന്റെ യഥാർത്ഥ പിക്ചർ അല്ലേ? ഈ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പെയിന്റിങ്ങുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിത്രനാഥ മഹാരാജാവിന്റെ ഒരു സ്കൗട്ട് ഡ്രസ് ഇത് പുറത്തധികം കണ്ടിട്ടില്ല അല്ലേ? മഹാത്മാഗാന്ധിജി അദ്ദേഹം വന്ന് കസേരയിൽ ഇരുന്നില്ല, താഴെ ഇരുന്നു. ഇതൊക്കെ അന്നക്കാലത്ത് ആനക്കൊമ്പിൽ കൈകൊണ്ട് തീർത്ത ശില്പങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഫാനിനൊക്കെ എത്ര വയസ്സുണ്ടാവും? 70-75 ഒക്കെ അടുപ്പിച്ചാണ്. കവടിയാർ കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലിഫ്റ്റ് ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. മുഴുവൻ തടിയാണ്, ഫുൾ വുഡാണ്. ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ളതാണ് കൊണ്ടുവന്നാണ്. ഇത് ഫുൾ കുമായക്കെട്ടാണ്. മുല്ലപ്പെരിയാറില്ലേ, സെയിം ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെ എന്താണെന്നറിയാം? ഇല്ല, അതെന്താണ്? ഇതിൽ ഒറ്റ പടി മാത്രമേ സൗണ്ട് കേൾപ്പിക്കൂ. ഇതില്ലാത്ത ആരെങ്കിലും ഇതെന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. ഇതൊരു നടക്കി പോണല്ല, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമുക്ക് ഇവിടെ എത്ര പശു ഉണ്ട്? 10-30 അടുപ്പിച്ചുണ്ട്. ഒന്നിൽ തുടങ്ങിയതാ. ഒന്നിന് തുടങ്ങിയാണ് ഈ 30 എണ്ണത്തിലേക്ക് എത്തിയതല്ലേ? നമ്മൾ ഈ കൊട്ടാരം ഈ മൊത്തം എന്തൊരു സ്ഥലം ഉണ്ടാവും ഇപ്പൊ? 40 ഏക്കർ. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ തന്നെ രാജാവാണെങ്കിലും കോമഡിക്കൊന്നും കുറവൊന്നുമില്ല. ഇവൻ ഈ കൊട്ടാരത്തിൽ ഇപ്പോ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? വല്യമ്മ, അമ്മ, വല്യച്ഛൻ, ഞാന്, വൈഫ്, 2 കുട്ടികൾ. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവിതാംകൂർ രാജകുടുംബം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കവടിയാർ കൊട്ടാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര പേർ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാകും? അപ്പൊ ഇന്ന് എനിക്ക് അങ്ങനെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗ്യം നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് കവടിയാർ പാലസിലാണ്. കവടിയാർ പാലസിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്, എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ബാൻഡൂടെ വെൽക്കം ടു ദ ഷോ. അപ്പൊ കവടിയാർ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ കിരീടാവകാശിയായിട്ട് വരുമായിരുന്നു. ഇപ്പൊ രാജകുടുംബം ഞാൻ ഏറ്റവും ഇളയാളാണ്. അപ്പൊ കിരീടം കിട്ടൂലായിരുന്നല്ലേ സാറിന്? കിരീടം ആരെങ്കിലും തരികയാണെങ്കിൽ ഇപ്പൊ കിരീടം കോൺസെപ്റ്റ് ഇല്ല. അതിലൊരു വിഷമമുണ്ടോ? കിരീടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആദിത്യവർമ്മ തമ്പുരാൻ ഇല്ല. അപ്പൊ നമുക്ക് പതുക്കെ ഈ വീടൊക്കെ ഒന്ന് കാണാം. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഒരു കൊട്ടാരത്തിനകത്ത് കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ കൊട്ടാരത്തിലെ ഇന്നത്തെ അവകാശികൾ താമസിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ ഒരുപാട് എന്താ പറയാ രഹസ്യങ്ങളുണ്ട്. ഇല്ലല്ലേ? പക്ഷെ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ നമുക്ക് തപ്പി കണ്ടുപിടിച്ചാലും അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ ഏറ്റവും അധികം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തത് ദേർ കംസ് പപ്പ തന്നെയാണ്. ഇതൊരു 150 വർഷത്തോളം പഴക്കമുള്ള ഓയിൽ പെയിന്റിംഗ് അല്ലേ? 1893 എന്ന് പറയുമ്പോ ഏകദേശം 150 വർഷം. അതെ, ഞാൻ വായിച്ചറിഞ്ഞത് ഈ ഫോട്ടോ ഇടയ്ക്ക് ഇവിടെ നിന്ന് പോയിരുന്നു, പിന്നീട് ഇത് കൊട്ടാരം തിരിച്ചു പിടിച്ച ഓയിൽ പെയിന്റിംഗ് ആണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള കഥകളൊന്നും ഇല്ല. കൊട്ടാരം ഇത് കെട്ടുന്നത് തന്നെ 1930s-ലാണ്. രാജാരവിവർമ്മ അദ്ദേഹം എനിക്കൊന്ന് 1905 അദ്ദേഹം മരിച്ചു എന്നാണ് എന്റെ അറിവ്. അത് കഴിഞ്ഞ് പാലസ് കിട്ടിയപ്പോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണല്ലേ? അത് ശരി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ പിക്ചറൊക്കെ കാണിച്ച സാറിന്റെ അമ്മയൊക്കെ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? രാജാരവിവർമ്മ വരച്ച പടം പപ്പ. പിന്നെ അമേരിക്കയിൽ പണ്ട് എക്സിബിഷൻ ഒക്കെ പോയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. 1ാം സ്ഥാനം കിട്ടി. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ്
ഇദ്ദേഹത്തിനെ ഇവിടെ വന്നിട്ട് രണ്ടാമത് ആഡ് ചെയ്തതെന്നാണ് കേട്ടേക്കുന്നത് അല്ലേ? കണ്ടിട്ട് ഇവിടുത്തെ ഒരു ഛായ ഇല്ലല്ലോ. സത്യം. അതെ. പക്ഷെ അന്നേ ഇവിടെ കൊണ്ടുവന്ന ആളാണോ എന്നൊരു സംശയമുണ്ട്. ഇതെന്താ സാർ ഇത്? തുണി അലക്കിയിട്ട് വെക്കുമ്പോ നല്ല മണം കിട്ടാൻ വേണ്ടി അങ്ങനെ എന്തോ ഒരു വല്യമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ സാറിനെ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ട് അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒറ്റ കാര്യം, ഇതില് തൊട്ട് കളിക്കരുതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇത് 3 പീസാണ്. എനിക്ക് കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ വലിച്ച് താഴെ, അങ്ങനത്തെ കുട്ടിക്കാലത്ത് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇത് മാത്രം തൊട്ട് പൊട്ടിക്കരുത്. മാർബിൾ ആണ്. ഇതൊരു പീസ്, ഇതൊരു പീസ്, ബേസ് ഒരു പീസ്. അതിന് മാത്രം വാർണിംഗ് കിട്ടിയിരുന്നല്ലേ? വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. തൊടരുത് എന്ന് പറഞ്ഞിരുന്നു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വന്നപ്പോഴേ അറിഞ്ഞു ഗൈസ്, ഇതിന്റെ കീ കളഞ്ഞു പോയിട്ട് 30 വർഷമായി. ആ കീ എവിടെ പോയി? കുറച്ച് നാളുകൊണ്ട് കീ ഇല്ല. പക്ഷെ ഈ കീയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനുള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? നമ്മൾ പറയപ്പെടുന്നത് ഇതൊക്കെ അന്നക്കാലത്ത് ആനക്കൊമ്പിൽ കൈകൊണ്ട് തീർത്ത ശില്പങ്ങളാണ് എന്നുള്ളതാണ് അല്ലെ? ഇതില് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോക്സ് തന്നെയാണ്. അന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ സ്നേഹം നമ്മുടെ അമ്മൂമ്മയ്ക്കും വല്യമ്മയ്ക്കും കൊടുത്ത ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും പ്രഷ്യസ്. അമ്മൂമ്മയും വല്യമ്മയും എവിടെ പോയിട്ട് വന്നപ്പോ? ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നപ്പോ ആ ഷിപ്പ് അതൊരു സിംബോളിക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നതിന്റെ അല്ലേ? ഒരു സൈഡില് പത്മനാഭസ്വാമി അമ്പലം കുത്തി വെച്ചിട്ടുണ്ട്, മറു സൈഡില് അന്നത്തെ കവടിയാർ കൊട്ടാരത്തിന്റെ രൂപവും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ കവടിയാർ കൊട്ടാരം എന്ന് പറയുന്നത് 150-ൽ പരം മുറികളുള്ള കൊട്ടാരമാണ് എന്നാണ് എനിക്ക് വിക്കിപീഡിയന്ന് കിട്ടിയ അറിവ്. അങ്ങനെയാണോ? വിക്കിപീഡിയക്കാർ എണ്ണി നോക്കിയിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. 100, നമ്മൾ 150 പറയുന്നത് ഇതൊരു മുറി, ഇങ്ങനെ ഇതൊരു മുറി, അങ്ങനെ കൂട്ടി വരുമ്പോ ഏകദേശം 100 അടുപ്പിച്ച് വരും ഉണ്ടാവും അല്ലേ? നോട്ട് ബെഡ്റൂംസ്. ബെഡ്റൂംസ് എല്ലാം കൂടെ എനിക്ക് തോന്നുന്ന ഒരു 7-8 ബെഡ്റൂമേ കാണും. അത്രേ ഉള്ളല്ലേ? ഈ പിക്ചറും രവിവർമ്മയുടെ പെയിന്റിംഗ് തന്നെ അല്ലേ? ഇത് ആരാ എന്താന്ന് എനിക്കറിയില്ല, എന്റെ അറിവില്ലായ്മയെ. അത് പഴയൊരു തമ്പുരാട്ടിയാണ്. ഇത് ഓണവില്ലാണ് അല്ലേ? ഓണവില്ല എത്ര കാലമായി ഇവിടെ ഉള്ളതാ? ഇതിപ്പോ ലേറ്റസ്റ്റ് വാങ്ങിച്ചു വെച്ചതാണ്. ലേറ്റസ്റ്റ് അനന്തസേനം, ഗണപതി, ദശാവതാരം, അയ്യപ്പൻ. ഇത് എല്ലാ വർഷവും വാങ്ങിച്ചു വെക്കോ? ഇല്ല, അന്ന് ഒരിക്കൽ വാങ്ങിച്ചു വെച്ചു. ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ തന്നെയാണ്. അതെ, ആദിത്യവർമ്മ തമ്പുരാൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ആള്. ഷാൻഡിലിയർ, പഴയ ഷാൻഡിലിയർ. ഇത് പണ്ട് ചെറിയ മറ്റേ ബൾബായിരുന്നു, മെഴുകുതിരി പോലത്തെ ബൾബായിരുന്നു. അപ്പൊ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ LED ആക്കി. 1 വോൾട്ടിന്റെ LED ആ. വെളിച്ചം കണ്ടില്ലേ? കറണ്ടോ തുച്ഛം, വെളിച്ചമോ മെച്ചം. രാജാവാണെങ്കിലും കോമഡിക്കൊന്നും കുറവൊന്നുമില്ല. നമുക്ക് അകത്തേക്ക് ഇത് കണ്ടോ? അത് കുളച്ചൽ യുദ്ധത്തില് 1743 ഉപയോഗിച്ചിരുന്നേ. 1743 എനിക്ക് ഉറപ്പാണ്. അന്ന് ഡിലനോയ് വാൻക്ലീഫ് ബാറ്റിൽ ഓഫ് കുളച്ചൽ, ബാറ്റിൽ ഓഫ് ഡച്ചുകാരെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെന്നാണ്. അത് ശരി. ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തൊന്ന് നോക്കിയാലോ എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് കൈകൊണ്ടൊക്കെ എടുത്ത് നോക്കിയാലോ? ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ ഞാനൊന്ന് ശ്രമിച്ചതാ. വേണ്ടാന്ന് തിരിച്ചു വെച്ചു. നല്ല വെയിറ്റ് ഉണ്ടോ ഇതിനൊക്കെ? അത് മറ്റേ കുന്തത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. കുന്തത്തിന് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോ മുകളിലേക്കാണോ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ടാണോ പോകുന്നത്? നമ്മൾ അങ്ങോട്ടാണല്ലേ? നമുക്ക് പോവാം. ഇതൊക്കെ ഇവിടെ പുതിയതാ. ഈ ശില്പങ്ങളൊക്കെ പുതിയതാണ്. നമ്മള് കവടിയാർ കൊട്ടാരത്തിന്റെ ഒരു ഒഫീഷ്യൽ ഡ്രോയിങ് റൂമിലേക്കാണ് കയറുന്നത് അല്ലേ? അതെ. ഇവിടെ ഈ പെയിന്റിങ്ങുകളൊക്കെ ഇതൊക്കെ ഒറിജിനൽ ചിത്രങ്ങളാണ്. രവിവർമ്മ പിക്ചർ ഇതാണല്ലേ? ഇതാണ് ഇതിന്റെ യഥാർത്ഥ പിക്ചർ അല്ലേ? നമ്മളൊരു 1000 അല്ലെങ്കിൽ 10,000 കണക്കിന് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജുകൾ കണ്ടിട്ട് ഈ ഒറിജിനൽ പെയിന്റിങ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര രോമാഞ്ചം വരുന്നു. ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ളതല്ല. അങ്ങനെ അല്ല, വളരെ പഴയ ഒരു ചിത്രമാണ്. ഇതെന്താ ഇത്? ഐ മീൻ ഇതിന്റെ ഈ ഫോട്ടോയ്ക്ക് പുറകിലുള്ള ഒരു കഥ. ഫോട്ടോ 1956 മറ്റേ എടുത്താണ്. അന്നും ഫ്ലവർ വാസ് ഇവിടെ തന്നെ ഉണ്ട്. അത് ശരി. തിരുനാള് വല്യമ്മ സേതു പറവൂരെ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ ഇതൊക്കെ അന്നുള്ള സാധനങ്ങളാണല്ലേ? ഈ ഒരു മുറിയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഈ മുറിയില് പ്രധാനമായിട്ടും മീറ്റിങ്ങുകളൊക്കെ കൂടാനുള്ള ഒരു ഏരിയ ഒഫീഷ്യൽ റൂം. അന്നത്തെ എന്താണ് പൊളിറ്റിക്കൽ ലീഡേഴ്സോ അന്നത്തെ എല്ലാ
ആൾക്കാർ, നമ്മുടെ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെ, മഹാത്മാഗാന്ധിജി തൊട്ട് അങ്ങനെ വേണം പറയാം, അദ്ദേഹം വന്ന കസേരയിലൊന്നും ഇരുന്നില്ല. അത് വലിയ അമ്മാവനൊക്കെ പറഞ്ഞ കഥയാണ്. താഴെ ഇരുന്നു, എന്നിട്ട് എല്ലാവരും ഈ വട്ടമേശ വരെ താഴെ വട്ടത്തിലിരുന്ന് അദ്ദേഹം ഒരു 1.5 മണിക്കൂർ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അന്ന് മഹാരാജാവ് ആയിട്ടില്ല, തിരുനാളെ സ്ഥാനം വയ്ക്കുന്നതിന് മുമ്പേ വന്നത്. അത് ശരി. സംസാരിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞ്. അതെ, ഈ നമ്മള് ഫാനിലേക്കൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റൈലുകൾ പലരും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫാനുകളൊക്കെ പല മോഡേൺ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഫാനിനൊക്കെ എത്ര വയസ്സുണ്ടാവും? 70 വയസ്സുണ്ട്. 70-75 അടുപ്പിച്ചാണ്. ഇതിനൊക്കെ എല്ലാത്തിന്റെ പാർട്സ് ഒക്കെ ഇപ്പോഴും കിട്ടാറുണ്ടോ, അതോ ഇത് ഇന്നലെ കേടായിട്ടില്ല? ആണോ? ഒരെണ്ണം മാത്രം അതിന്റെ കോയില് ചെറുതായിട്ട് ബാക്കി ഈ ഫാൻ കേടായിട്ടില്ല ഇതുവരെ. അത് ശരി. ഇതെന്തായിരിക്കും? ഇതെന്ത് മുമ്പാണോ? ഇമിറ്റേഷൻ ആണ് ഇത്. ഒരു പട്ടാളത്തിലുള്ള ഒരാള് ജയ്പൂരിൽ നിന്ന് വന്ന് ഇവിടെ പ്രസന്റേഷൻ കൊടുത്തതാണ് അല്ലെ? ഇതൊക്കെ നമ്മുടെ ഈ പുതിയതായി വന്ന ഇതൊരു 10-20 വർഷം പഴക്കം കാണും. പിന്നെ അന്ന് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി, ഇന്ദിരാഗാന്ധി മാഡം, നമ്മുടെ സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, അവരെല്ലാരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു സംശയം കിട്ടി സാറേ, അതായത് നമ്മുടെ ഇപ്പൊ സാറിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന അവരൊക്കെ സാധാരണ നമ്മളെ പോലെ സ്കൂളുകളിലൊക്കെ പോയി എല്ലാവരുമായിട്ടും ആണ് സാറും അതെ മിങ്കിളൊക്കെ ചെയ്യുന്ന. അപ്പൊ അവർക്ക് ചിലപ്പോ ഒരു ആഗ്രഹം കാണില്ലേ, നമുക്ക് ഈ വീട് മാറിയിട്ട് നമുക്ക് ഒരു നമ്മുടേതായ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ വേണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മക്കൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. ഉഷ്ണം കൂടുമ്പോ AC വെച്ചാൽ കൊള്ളാന്നൊരു ഐഡിയ മാത്രം. ഈ വീട്ടിൽ AC ഇല്ല. ഈ വീട്ടിൽ എവിടെ AC ഇല്ല? റൂമിലും ഇല്ല. നാച്ചുറൽ എയർ മാത്രമേ ഉള്ളൂ. ആണ്. അത് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്രയും വലിയൊരു മുറിയിൽ AC വെക്കണമെങ്കിലേ കുറച്ച് നമ്മൾ സാമ്പത്തികപരമായും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത് ഫുൾ കുമായക്കെട്ടാണ്, സിമെന്റ് ഇല്ല. ഓ അത് ശരി. കുമായമാണ്. സുർക്കി എന്ന് പറയും. സുർക്കി നമ്മുടെ മുല്ലപ്പെരിയാറില്ലേ, സെയിം ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓ അത് ശരി. ഈ പിക്ചറൊക്കെ രവിവർമ്മയുടെ. അതെ അതെ അതെ. ഈ പിക്ചർ എന്താണ് ശകുന്തള. പക്ഷെ ശകുന്തളയുടെ നമ്മൾ മറ്റേ ആ ദർഭമുന കൊണ്ട പിക്ചർ അല്ലാതെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇടയ്ക്കുന്ന നമ്മളൊന്ന് ക്ലീൻ ചെയ്തു, ശകലം റിപ്പയർ ഒക്കെ ചെയ്തു. എല്ലാ പെയിന്റിങ്സും ശരിക്കും നമ്മള് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം അല്ലെ? ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട് ഈ പിക്ചറുകൾക്കൊന്നും തൊടാനോ അങ്ങനെയുള്ള ഒരു അവകാശം, കൈകൊണ്ട് തൊടാൻ മാത്രമല്ല ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന പെയിന്റിങ്ങുകളാണെന്ന്. അങ്ങനെയുണ്ടോ? കീഴിൽ അല്ല, ഇതെല്ലാം എനിക്ക് പ്രൊട്ടക്റ്റഡ് ബൈ നമ്മുടെ ഇന്ത്യയുടെ സ്വത്തല്ലേ ഇതൊക്കെ. രവിവർമ്മയുടെ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടാൻ ഒക്കില്ല. ഇത് നമ്മളെന്നും അതുപോലെ തന്നെ സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കാൻ ആർക്കിയോളജിയുടെ റെപ്യൂട്ടഡ് ആൾക്കാരെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യിക്കാൻ. പിന്നെ അവരുടെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമ്മൾ അവരുടെ ഒരു അഡ്വൈസ് ഒക്കെ എടുക്കണം. നമ്മൾ ഈ രവിവർമ്മ ചിത്രങ്ങളുടെ ഒരുപാട് കോപ്പികളൊക്കെ പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ ആദ്യം കാണിച്ച പോലെ അല്ലെങ്കിൽ ദേർ കംസ് പപ്പ പോലത്തെ ഒരുപാട് പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പെയിന്റിങ്ങുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ പുറകിലുള്ള കഥകളും എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണം. ഇത് അതുപോലെ രവിവർമ്മ വരച്ച മറ്റൊരു പിക്ചർ, ഈ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെയുള്ള കഥകൾ എനിക്കറിയില്ല, പക്ഷെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതെന്താ പറയാ, ഈ ഒരു വെസല് എനിക്ക് തോന്നുന്നു എത്ര വർഷം പഴക്കമുണ്ടെന്ന് സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ജനിക്കുന്നുമ്പേ ഉള്ള എനിക്കുള്ളതാണല്ലേ. സാറിന്റെ പ്രായം പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പൊ ഏതായാലും ഇതിനൊരു 55-60 വയസ്സ് പ്രായമുള്ള ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയാലോ അല്ലെ? കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഒരു ചൈനീസ് ആർക്കിയോളജി അല്ലെങ്കിൽ ചൈനീസ് ആർക്കിടെക്ചർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ കാണുന്ന ഫോട്ടോസ് കാണുമ്പോഴും സൈഡില് കാണുമ്പോഴും ഒക്കെ ഭയങ്കരമായ പെർഫെക്ഷനും ഹാൻഡ് മെയ്ഡ് ആണ്, മെഷീനൊന്നും ഉപയോഗിക്കാതെ ഹാൻഡ് മെയ്ഡ്. അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് എനിക്കൊന്ന് പൊട്ടിയിട്ട് തിരുണ്ടാവും, ഒട്ടിച്ച് വെച്ചാ. ആണോ? ഇനി ഇവിടെ നമ്മള് നോക്കുമ്പോ നമ്മൾ ആ ഇത് ലാമ്പാണോ ആക്ച്വലി? എന്താണത്? ഫ്ലവർ വേസ് പോലത്തെ ആണ്. ഫ്ലവർ വേസ് ആണല്ലേ? ലാമ്പല്ല. ഈ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തന്നെ പഴക്കമുള്ള ഒരു സാധനം ഞാൻ കണ്ടത് ഈ സോഫയാണ് അല്ലെ? ഇതെല്ലാം ഈ സോഫകളെല്ലാം ഇതെല്ലാം പഴയത് തന്നെ. അപ്പോസ്റ്ററുകൾ മാത്രം മാറ്റിയിട്ടുള്ളൂ കീറുന്നതനുസരിച്ച്, ഇൻക്ലൂഡിങ് ദിസ് കാർപ്പറ്റ്. വളരെ പഴയ. ഇവിടെ പിന്നെ അന്നത്തെ വലിയ ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അദ്ദേഹം ഇലക്ഷന് മുമ്പേ വന്നിട്ടുണ്ട്. അതുപോലെ സാർ ഞാൻ കേട്ടിട്ടുള്ള ഒരു കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നേരിട്ടൊരു തുരങ്കമുണ്ട്, അതിലൂടെ പോകാൻ പറ്റും എന്നൊക്കെ കേട്ട് കേൾവിയുണ്ട്. അങ്ങനെ സാറിന് അങ്ങനെയുള്ള എന്തെങ്കിലും
ഞാനും കേൾവികൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? അല്ല എന്നാലും ഈ വല്യമ്മൂമ്മയോടോ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ തുരങ്കമില്ല. ഇല്ല. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ തുരങ്കമുണ്ട്. ഉണ്ട്. അതിപ്പോഴും അവിടെ പോകുമ്പോ തക്കലല്ലേ പണ്ട് ഈ ഭൂമിയുടെ അടി കൂടെ പോകാനുള്ള വഴി, ഇപ്പോഴും അവിടെ ഒരു പോർഷൻ അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ഇവിടെ എവിടെ വന്ന് കേറുന്നൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയോടോ അമ്മൂമ്മയോടോ ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? കൊട്ടാരത്തിലില്ല. കൊട്ടാരത്തിലില്ല അല്ലെ? അതുപോലെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചും ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ എന്ത് അന്ധവിശ്വാസങ്ങളായിരിക്കും. ആ ബി നിലവറ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം നശിക്കും, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളവിടെ ആരെങ്കിലും അല്ലെങ്കിൽ കാലത്ത് ബി നിലവറ ഇല്ല അറിഞ്ഞൂടാ. അല്ല ഇത് ഞങ്ങൾ കേട്ട കഥകൾ, ഇതുപോലെയുള്ള ഏതെങ്കിലും കഥകൾ ആ കാലഘട്ടത്തില് അമ്മൂമ്മമാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന്റെ പുറകിലെ കടലാണ്. അപ്പൊ പണ്ടിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പോറ്റി ഇങ്ങനെ മോതിരം മുക്കി കടലാണെന്നൊക്കെ ഇങ്ങനെ പഴയ ഇതുപോലെ ഈ ബി നിലവറയെ പറ്റി പറയുന്ന പോലെ ഈ കഥകള്. പിന്നെയാണ് മനസ്സിലാക്കിയത് പുറകെ കടലൊന്നും അല്ലാന്ന്, സാധാരണ ഭിത്തി തന്നെയാണ്. അതെന്തായിരുന്നു ആ കഥ ഒന്ന് പറയൂ? അതായത് പുറകിൽ കടലാണ്, ഈ പോറ്റി മോതിരം മുക്കിയെടുത്തപ്പോ വെള്ളം കിട്ടിയെന്നൊക്കെയാണ് പണ്ട് ഓരോ ഇങ്ങനെ കഥ പറയുന്നത് അല്ലേ. പിന്നെ അവിടെ ഈ റിപ്പയറിന് വന്നപ്പോൾ ഈ എമർജൻസി ലാമ്പ് അടിച്ച് നോക്കി പോറ്റി പുറകെ കൂടെ, അപ്പൊ ഞാൻ ചോദിച്ചു പോറ്റി, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പുറകെ കൂടെ നടന്ന് കാണിച്ചു തന്നു, ഇവിടെ കടലൊന്നും ഇല്ല. അങ്ങനെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കഥകൾ ഉണ്ടാവില്ലേ? നമ്മള് ഈ രാജകുടുംബാംഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേട്ടുകേൾവി മാത്രമുള്ള കഥകളൊക്കെ ഉണ്ടാവില്ലേ? പഴയ ഹിസ്റ്ററിയുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ കുളച്ചൽ യുദ്ധത്തിന്റെ കാര്യവും പിന്നെ അങ്ങനത്തെ, അല്ലാതെ ഈ രഹസ്യ കഥകളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി, അപ്പൊ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങിയാലോ? ഇനി അങ്ങോട്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഈ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലിഫ്റ്റ് ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? വർക്ക് ചെയ്യില്ല, നമുക്ക് കാണാല്ലേ? പഠിക്കണ്ടേ. ഇപ്പൊ ഈ വീട്ടില് എത്ര പേര് താമസിക്കുന്നുണ്ട്? ഇവൻ ഈ കൊട്ടാരത്തിൽ ഇപ്പോ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? വല്യമ്മ, അമ്മ, വല്യച്ഛൻ, ഇപ്പോഴ് ഞാന്, വൈഫ്, 2 കുട്ടികൾ. ഇത്രയും പേരാണ് ഉള്ളത്. നമ്മള് പണ്ട് കുട്ടികളായിരിക്കും പറയില്ലേ, ഇത്രയും വലിയ വീട്ടില് ഇത്രയും കുറച്ച് ആൾക്കാരായിട്ടിരിക്കുമ്പോഴത്തേക്കും രാത്രിയൊക്കെ തന്നെ ഇരിക്കാൻ പേടിയാവുമെന്ന്. രാത്രിയിൽ തന്നെ അല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കാറുള്ളല്ലേ? പല പല മുറികളിലേക്ക് പോകാറില്ലല്ലേ? രാത്രി പിന്നെ ഇടയ്ക്കൊന്നും നടക്കും. അപ്പൊ എനിക്ക് പേടി അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, കുട്ടികൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്ക് ചില സമയത്ത് ഈ ചിലപ്പോ കാറ്റിന്റെ സൗണ്ട് ഒക്കെ കേൾക്കും. ഈ പഴയ തടിയല്ല, അപ്പൊ അതിങ്ങനെ ടിക് 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 സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പേടി വരണമെങ്കിൽ പേടി വരാം. ഏതായാലും അവരിതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് നമ്മുടെ ഇമാജിനേഷൻ അല്ലേ, നമ്മുടെ ഇമാജിനേഷൻ കൊണ്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രിയില് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു, പേടിക്കുന്നു എന്നൊക്കെ. ഇതാണ് ലിഫ്റ്റ്. തുറന്നോളൂ. ശരി, എനിക്ക് പേടിയാ ഇങ്ങനെ തുറന്നോളൂ. തുറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ്, മുഴുവൻ തടിയാണ്, ഫുൾ വുഡാണ്. ഞാനൊന്ന് കേറി നിൽക്കട്ടെ. യെസ്, അടച്ചേട്ടെ. ഓക്കെ, ബൈ. തടിയാണ്, ഇത് മുഴുവൻ തടി കൊണ്ടുണ്ടാക്കിയേക്കുന്ന ലിഫ്റ്റ് അല്ലേ? ഇത് ഏത് കാലം വരെ വർക്ക് ചെയ്യായിരുന്നു? 2008 വരെ വർക്ക് ചെയ്യുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഇപ്പഴും നമുക്ക് തോന്നുന്നു ഇതില് സ്വിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ശരിയാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന്റെ ഒരു സെലക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ബട്ടൺ നോക്കുമ്പോ ഇന്ന ഫ്ലോർ നിക്കണമെന്ന്, അത് ചീത്തയായി പോയി അതിനും കിട്ടുകയില്ല. കമ്പനിയില്ല. ഗ്രൗണ്ട് പ്ലസ് 2. 1, 2. അതെ, ഇതാണ് കമ്പനി പേര്. അടുത്തുനിന്ന് സ്റ്റിഗ്ലർ, ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ളതാണ് കൊണ്ടുവന്നതാണ്. ഇതാരെ കൊണ്ടുവന്നു. ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊക്കെ വല്യമ്മ ഒരു പടം വെച്ചാണ്. ഈ ഡിസൈനൊക്കെ വല്യമ്മയുടെ ഐഡിയ ആണ്. അത് ശരി. നമുക്ക് ഇത് പഴയ ഇതാണ്, പഴയ അരിക്കൊമ്പൻ. കാളവണ്ടിയും ആനയും കാട്ടാന. ഇത് ഇപ്പോഴിതിനെ പറ്റി തമാശ പോലെ കഥ പറയുകയാണെങ്കിൽ ഇവരിതാ കാളവണ്ടിയിൽ അരി കൊണ്ടുവന്നു, അന്നത്തെ അരിക്കൊമ്പൻ എന്താ മോളിരിക്കുന്നു. ഇത് നമ്മുടെ ഇതിന്റെ നാലുകെട്ട് പോലെ. മഴക്കാലത്ത് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ
വെള്ളം പോകുന്ന ഓവൊക്കെ അടച്ചിടുമായിരുന്നു. അതൊക്കെ കൃത്യസമയത്ത് മഴ വരുന്ന കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലെ അല്ല അല്ലെ, വെള്ളം ഈ പടി വരെ ഇങ്ങനെ നിൽക്കും. ഇവര് ഒരാഴ്ച ആണ്. ഇതൊക്കെ നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഒന്ന് ഇത്രയും ഭാഗം ഒന്ന് റീവാമ്പ് ചെയ്താ. അത് ശരി. പക്ഷെ അതിന്റെ മുകളിൽ പഴയ കാസ്റ്റ് ആണ്, അപ്പൊ അതൊക്കെ ഇനി എങ്ങനെ ചെയ്യും എന്നുള്ളതല്ലേ. ഈ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തടിയാണോ? ആ മുകളിലൊക്കെ എല്ലാം തടിയല്ലേ? തടിയാണ്. അതുകൊണ്ട് ചിലപ്പോ പേടി ഉണ്ടാവാറുണ്ടോ? ഈ തടി എങ്ങനെ ദ്രവിച്ച് താഴേക്ക് വീണാലോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ടോ? തടി ദ്രവിച്ച് താഴെ വീഴാറുണ്ട്. ഉണ്ട്. അയ്യോ, അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന അത്ര സേഫ് അല്ലാത്ത ഒരു കാര്യമാണല്ലേ. ഞാൻ മാറിക്കോളാം. എത്ര വർഷം ഓർമ്മകളുള്ള ഒരു സ്ഥലമല്ലേ? എത്രയോ വർഷങ്ങളുടെ ഓർമ്മയുള്ള. ഞങ്ങള് പറഞ്ഞില്ലേ, ഞങ്ങള് ജനിക്കുന്നത് ഇവിടെ തന്നെ. വല്യമ്മ തൊട്ട് ഞാൻ വരെ ഇവിടെ ജനിക്കുന്നത്. ഉണ്ടാവുന്നത് സാറിന്റെ അടുത്ത ജനറേഷൻ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറിയില്ലേ? ഞങ്ങൾ എല്ലാരും ഇവിടെ ജനിച്ച ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് അന്നത്തെ ആണ് പ്രസവ മുറിയായിരുന്നല്ലേ? ആ മുറി എവിടെ കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഇല്ലല്ലേ? ഇതെന്താ സാർ ഇത് ഇവിടെ കാണുന്നേ? മെർമെയ്ഡ്. ഈ മെർമെയ്ഡ് പുതിയ മെർമെയ്ഡ് ആയിരിക്കും അല്ലേ? ഇത് വളരെ പഴയതാ. ആണോ? എംബോസ്ഡ് ആണോ? ഇതൊക്കെ അതൊക്കെ പഴയതാ. പഴയ സാധനങ്ങളാണ്. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളരെ പഴയത് തന്നെ. അത് വളരെ പഴയ സാധനങ്ങളാണ് അതൊക്കെ. ഇതിന്റെ ഒക്കെ ഒരു മൂല്യം നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇല്ല നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. ആന്റീക് വാല്യൂ എന്ന് പറയുന്ന സാധനം നമുക്ക് അളക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമുക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ പോയിന്റ് വരെ പോയിട്ടില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ പാലസിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. നമ്മള് വന്നത് ഇതുവഴി. എത്ര വർഷം ഇതൊരു 1995. ഈ 1995 എടുത്ത ഈ ഫോട്ടോ ഇങ്ങനെ ഏരിയൽ വ്യൂ എടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിച്ചു? ഹെലികോപ്റ്ററിൽ എടുത്ത. ഓ ശരി. സ്കൂൾ ഹൗസ്. ഓ ശരി. അവരെ മാത്രമായിട്ട് പഠിപ്പിച്ചിരുന്ന സ്കൂളല്ലേ? മാത്രമായിട്ട് ഒറ്റയ്ക്ക് അവർക്കൊക്കെ അങ്ങനെ ഒരു സാധാരണക്കാരെ കാണാനുള്ള ഏതെങ്കിലും അവസരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പോയിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മള് ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും സെൻട്രൽ പോർഷനിൽ എത്തിയല്ലേ? അങ്ങനെ അവിടെ നല്ല കാറ്റാണ് ഇപ്പൊ ഇവിടെ. ഓ ഇത് ഇവിടെ ഒക്കെ എന്താ നമ്മളിങ്ങനെ വെറുതെ പണ്ട് ഗാർഡൻ ആയിരുന്നു. ഇപ്പോഴ് പിന്നെ ചെറിയ കൃഷിയും. എന്താ കൃഷി ചെയ്യുന്ന ഇവിടെ? താഴെ കുറച്ച് മാവ് നട്ടിട്ടുണ്ട്, പിന്നെ വെള്ളരിക്ക, പയറ്, വെണ്ടയ്ക്ക. അങ്ങനെ ഇവിടെ ഓർഗാനിക് കൃഷി കൃഷിയാ. എനിക്ക് 10-30 പശുവുണ്ട്. പശു ഇതിനകത്ത് തന്നെ ഉണ്ടോ? ഇതിന്റെ അകത്തല്ല, ശരി. പശുക്കളൊക്കെ ഉണ്ട്. 2 വെച്ചൂർ പശുവിനും കൂടെ കിട്ടി. ആണ് ശരി. ഈ ഒരു ഫോട്ടോ ഇത് താരതമ്യേന പുതിയ ഫോട്ടോയാണെന്ന് മനസ്സിലായി. അതെ, പുള്ളിപ്പുലി, ഗർഭിണിയായ പുള്ളിപ്പുലി മരത്തിൽ വിശ്രമിക്കുന്നത്. ഷാജി മതിലക എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അദ്ദേഹം എടുത്തതാണ്. അദ്ദേഹം ഇടയ്ക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് പോയത്. അത് കൊള്ളാം, അടിപൊളി, നല്ല ഫോട്ടോ. വളരെ നല്ലൊരു ഫോട്ടോ. അതെ, നമ്മൾ കണ്ടിട്ടേ ഇല്ല, കാണാൻ അങ്ങനെ ഒരു സാധ്യതയില്ലാത്ത ഒരു. അദ്ദേഹം വളരെ ഒരു വൈൽഡ് ലൈഫ് എൻതൂസിയാസ്റ്റ് ആണ്. നല്ലൊരു പ്രകൃതി സ്നേഹിയും ആണ് അല്ലേ? നമ്മൾ ഇങ്ങനെ ഇവിടെ വന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ? ഇതൊക്കെ മരമാണോ? മരമാണ് ഈ വർക്കൊക്കെ അല്ലേ? അതെ, ഫുൾ തടിയാണ്. ഫുൾ തടി. ഇത് എന്ത് മരമായിരിക്കും? ഈട്ടിയായിരിക്കും. ആയിരിക്കും. പഴയപ്പടിയുടെ ഷേപ്പൊക്കെ ഉണ്ട്. അത് ശരിയാണല്ലേ. ഒരു ദിവസം നമുക്ക് ഈ കൊട്ടാരം മുഴുവനും നടന്ന് കാണാൻ പറ്റുന്ന ഒരു അത്രയാണോ കൊട്ടാരം ഉള്ളത്? അത് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മുഴുവൻ എല്ലാ മുറികളും കറങ്ങി വരാൻ പറ്റുമോ? പറ്റും. അത് ശരി. ഇത് ചെറിയ കൊട്ടാരം. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ ആ കൊട്ടാരത്തിന്റെ ഏരിയൽ വ്യൂ ഒക്കെ കാണുമ്പോൾ, പക്ഷെ പെട്ടെന്ന് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക്, പിന്നെ ഇതൊരു മ്യൂസിയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മ്യൂസിയം അല്ലാത്തോണ്ട് നിന്ന് കാണത്തക്കവണ്ണം അധികം സാധനങ്ങളില്ല. ഇങ്ങനത്തെ പഴയ പെയിന്റിങ്സും ഇങ്ങനത്തെ ചില സാധനങ്ങൾ, അപൂർവമായ കുറച്ച് സാധനങ്ങള്. പിന്നെ ഇവിടെ ചിത്രനാഥ മഹാരാജാവിന്റെ ഒരു സ്കൗട്ട് ഡ്രസ്. ആ കാലഘട്ടത്തിലെ പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ഇമാജിനറി പെയിന്റിംഗ് ആണ്. പക്ഷെ അദ്ദേഹം ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമാജിനറി ബാക്ക്ഗ്രൗണ്ട് ആണ്.
അത് ശരി. ഈ സ്കൗട്ട് വേഷത്തിലൊക്കെ അതെ. അല്ലേ? ഇത് പുറത്തധികം കണ്ടിട്ടില്ല. അല്ലേ? ഇതും എന്താണ്? ഇതൊക്കെ ഇതൊക്കെ നേപ്പാളാണോ? നോക്കുക, മുഖഛായ കണ്ടിട്ട് നേപ്പാളാണ്. അതെ അതെ. ഇതൊക്കെ ശരിക്കും എന്തായിരിക്കും ഇത്? ഇതൊക്കെ ജെയ്ഡ് എന്ന് പറഞ്ഞ സെമി പ്രഷ്, അങ്ങനെ വലിയ വിലപിടിപ്പുള്ളതല്ല. അല്ല, ഈ പറഞ്ഞ പോലെ ഒരു ആന്റിക്കാണ്. സൗന്ദര്യം എല്ലാത്തിലും ഉള്ളത്. ഇത് ആന്റിക്കാണ്, ഗണപതി. അതെ. ഒരു പക്ഷേ ഈ ഒരു പിക്ചേഴ്സ് ഒന്നും അങ്ങനെ അധികം ആളുകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? കണ്ടിട്ടില്ല. കാരണം ഇതൊന്നും അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ള ഫോട്ടോസേ അല്ല അല്ലെ? ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു പബ്ലിക്കിന് എൻട്രി ഇല്ലാത്ത വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ശില്പങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഇവിടേക്ക് താമസിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഭയങ്കര ഫീലിംഗ് ബ്ലെസ്ഡ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവാറില്ലേ? ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതെ, ഇവിടെ ജനിക്കാൻ സാധിച്ചു. ഇങ്ങനെ അത് ശരി. നമ്മൾ കാണാൻ മറന്നുപോയ ഒരു സ്ഥലമുണ്ട്. നമ്മൾ കുളച്ചൽ യുദ്ധത്തിന്റെ കുന്തമൊക്കെ കണ്ടിരുന്നു. അവിടെ വരെ നമ്മളൊന്ന് വ്യക്തമായി വന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോയാലോ? ശരിക്കും കുതിരമാളിക മ്യൂസിയം കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവർക്ക് കണ്ടിരിക്കണം. അവിടെ പഴയ സിംഹാസനവും ഐവറി ത്രോൺ, ശരിക്കുള്ള ഐവറി ത്രോൺ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കട്ട് ഗ്ലാസ് ത്രോൺ, ഓരോ പീസായിട്ട് ഇളക്കിയെടുക്കാം. കട്ട് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ കണ്ടുവരണമെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. വേണോ അല്ലേ? ഇതൊക്കെ പുതിയത് വാങ്ങിച്ചു വെച്ചാണോ? അത് വളരെ പഴയതാ. അത് വളരെ പഴയതാ. ഈ മാർബിൾ ഒക്കെ അല്ലേ? ഞാനൊക്കെ ഞാൻ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഞാൻ അതെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ഈ വല്യമ്മയും അമ്മയൊക്കെ ഇതിന്റെ വലിയ ആൾക്കാരായതുകൊണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര കമ്പമുള്ള ആൾക്കാരായതുകൊണ്ട്. ഇത് അമ്മൂമ്മയുടെ 90ാം പിറന്നാളിനെടുത്ത. ഓ, അത് ശരി. ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എടുത്ത. ആ കസേര അടക്കം അല്ലേ? അതെ അതെ. എന്നാ കുറെ ആൾക്കാർ വന്നിരുന്നു അമ്മൂമ്മയെ കാണാൻ വേണ്ടി. അപ്പൊ അവര് പൂവിട്ട് നമസ്കരിച്ചിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സ് ഒക്കെ എന്താണ് സാർ? ഇതൊക്കെ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് കൾച്ചറുള്ള പിക്ചേഴ്സ് ആണ്. അതിന്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡിഫിക്കൽട്ട് മൂവ്. അതെ, ചെസ് കളിയാണ്. ചെസ് ഇതൊക്കെ അതുപോലെ തന്നെ നോക്കിക്കോളൂ, അടുത്ത് പോയി നോക്കിക്കോളൂ. ഇതൊക്കെ അമ്മയോ അമ്മമ്മയോ ഒക്കെ എപ്പോഴെങ്കിലും കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ എന്തായിരിക്കും? എന്തെങ്കിലും നോവൽ ബേസ് ചെയ്തുള്ളതായിരിക്കും. നോവൽസ് ബേസ് ചെയ്തായിരിക്കും ഇതും. ഇത് തോന്നുന്ന ഒരാള് വയലിൻ വായിക്കുന്നു, അദ്ദേഹം അതിൽ ലയിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെ പോയാലും ഒരു 100 വർഷത്തിന് മുകളിൽ അല്ലേ? വരേണ്ടതാണ്. ഇതൊക്കെ എന്താണെന്നറിയാം? ഇല്ല, അതെന്താണ്? പണ്ട് നടുക്ക് കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കാർപ്പറ്റ് സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന. ഓ, അത് ശരി. ഇത് പക്ഷെ നമ്മളിപ്പോ പോളിഷ് ചെയ്താണോ? അല്ലെങ്കിൽ പോളിഷ് ചെയ്താണോ? അതാണ് ഇത്രയും തിളക്കത്തിലിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന്. ഈ ഫോട്ടോസ് ഒക്കെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇതെന്താ സാർ ഇത്? പുതിയത് വേറെ ആരോ കൊടുത്തതാണ്. ആണോ? ഇതിൽ ഒറ്റ പടി മാത്രമേ സൗണ്ട് കേൾപ്പിക്കൂ. അതെന്തുകൊണ്ടാണ്? ഈ പടിയല്ലേ? പരിചയമില്ലാത്ത ആരെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം ഒന്നാമത് ഉറങ്ങിയിരിക്കുകയാണ്. രാത്രി ആരെങ്കിലും നടക്കുകയാണെങ്കിൽ ഇതില് മാത്രം ഒച്ച കേൾക്കോ? അപ്പൊ നമുക്കറിയാം ആരെങ്കിലും നടക്കും. അതിന് വേണ്ടിട്ട് ഒച്ച കേൾക്കാൻ വെച്ചേക്കുന്നതായിരിക്കും അല്ലേ? നമ്മളിപ്പോ നിൽക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ വടക്ക് സൈഡിലാണ്. അതായത് ഈ വഴിയിലൂടെയാണ് കവടിയാർ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾക്ക്, രാജകുടുംബാംഗങ്ങൾക്കുള്ള എൻട്രി. നമ്മൾ ആദ്യം കണ്ട തെക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ഗസ്റ്റുകൾക്ക് വരാനുള്ള എൻട്രി ആണ്. അപ്പൊ നമുക്ക് ഇതിലൂടെയാണ് അങ്ങോട്ട് ചെന്ന് ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. ഓഫീസാണ്. ഓഫീസ്. ഓ ഓ, പാലസ് ഓഫീസ്. ഇത് എന്ത് ഓഫീസാണ്? പാലസ് ഓഫീസ്. സെക്രട്ടറി ഒക്കെ വരുന്നുണ്ട്. ഓ, ഇപ്പോഴും ആരാ? ഇപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റർ. ഇവിടെ നേരത്തെ പണ്ട് എന്തായിരുന്നു? ഇത് പണ്ട് പൂജയൊക്കെ നടന്നുകൊണ്ടിരുന്ന കെട്ടിടങ്ങളാ. ഇത് അപ്പുറത്തുള്ളതും നമ്പൂരിമാരൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നു. ഓ, അത് ശരി. പിന്നീട് നമ്മൾ അതിലെ അതെ പശുക്കുട്ടികൾക്കൊരു വീടാക്കിയല്ലേ? അതെ, ഇത് രണ്ടാമത് കെട്ടിയതാ. ഇതല്ലേ? ആ, പശുക്കുട്ടിയുടെ. ഓ, അത് അങ്ങോട്ട് കഴിവാണോ? ആ, ശരി. ഇതില് പുതിയ ആൾക്കാരൊക്കെയാ? ഇതൊക്കെ ഇതാണ് വെച്ചൂർ പശുവാണോ ഇത്? ഇതാണ് വെച്ചൂർ കാള. ഓ, ഇവര് 3 പേരാണ് വെച്ചൂർ പശുക്കൾ അല്ലേ? അടുത്തുന്ന തുണി തിന്നും, പാന്റൊക്കെ തിന്നും. നമുക്ക് ഇവിടെ എത്ര പശു ഉണ്ട്? 10-30 അടുപ്പിച്ചുണ്ട്. എത്ര ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും? അത് 70-80 ലിറ്റർ ഒക്കെ പാല് കിട്ടും അല്ലേ?
കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നു ഒരുപാട് പശുക്കളാ. ഇടയ്ക്ക് ഒരു 10-20 വർഷം പശുക്കളെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഒന്നില് തുടങ്ങിയതാ. ഒന്നിന് തുടങ്ങിയാണ് ഈ 30 എണ്ണത്തിലേക്ക് എത്തിയതല്ലേ? അത് ശരി. പിന്നെ ഫാനൊക്കെ ഉണ്ട്. ചൂട് നല്ല ചൂടല്ലേ? ശരിയാ, നല്ല ചൂടാ. അപ്പൊ ഇവർക്ക് ഫാനൊക്കെ വേണം അല്ലേ? ഇനി പാട്ടും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആവുമെന്നാണ് കേട്ടിട്ടുള്ളത്. പാട്ടും ഉണ്ടല്ലേ? പാട്ടില്ലേ? റേഡിയോ വെച്ചോളൂ. ഞങ്ങളെല്ലാരും കണ്ടല്ലോ, വെച്ചൂർ പശുക്കളെയും എല്ലാരെയും കണ്ടല്ലോ അല്ലേ? ആ കളകളനാദം കേട്ടില്ലേ? എത്ര പേര് ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ കുറച്ച് പേരുണ്ട്. എന്നാലും ഒരു 10-50 പേരുണ്ടാവോ? എല്ലാരും കൂടെ ചേർത്ത് ഒരു 10-30 പേര് കാണും. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് റബ്ബർ തോട്ടമുണ്ട്. ഇതിനകത്ത് റബ്ബർ തോട്ടമുണ്ടോ? അതെവിടെ? 15 ഏക്കറുണ്ട്. അത് ശരി. നമ്മൾ ആഹാരം കൊടുക്കുന്ന ആൾക്കാരായത് ഈ പ്രാവ്. പൂരയുടെ മുകളിൽ അരി കൊടുക്കും. കൊടുക്കണോ? നമ്മൾ ഈ കൊട്ടാരം ഈ മൊത്തം എന്തൊരു സ്ഥലം ഉണ്ടാവും ഇപ്പൊ? ഇപ്പോഴൊരു 40 ഏക്കർ. ഇവരെയൊക്കെ നമ്മൾ സ്വന്തം ഇവിടെ വളർത്തുന്നതായിരിക്കും അല്ലേ? ഇവിടെ വളർന്നു വരുന്നതാണ്. വളർന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൊടുക്കും. ഇവിടെ കൂടെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ സാർ എപ്പോഴെങ്കിലും? ഇത് നമ്മുടെ ഒരു ചെറിയ ഓഫീസാണ്. ഞാൻ വരാറുണ്ട്. അതുവഴി പോവാറില്ല. അത് അപ്പൊ ഇത് ഇവിടെ കൂടെ പോവാം. ഇത് കൂടെ ഇവിടെ കൂടെ പോവാം. വാ, നമുക്കൊന്ന് പോയി നോക്കാം. എവിടെയാ ഈ റബ്ബറൊക്കെ ഉള്ള ഇതിനകത്ത്? കുറച്ച് അപ്പുറത്ത് വേറെ സ്ഥലത്താണ്. കുറച്ച് കാടാണ്. നേരെ പോയാലാണ്. ഓ ഓ. കവടിയാർ കൊട്ടാരത്തിലെ ഈ കാറിനൊരു കഥ പറയാനുണ്ടോ? ഉണ്ട്. എന്താണ് ആ കഥ? ഇതെന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണത്തിന് എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും. അപ്പൂപ്പൻ കേണൽ ജീവരാജ, അമ്മൂമ്മ കാർത്തിക ലക്ഷ്മിബായി, രണ്ടുപേരും കൂടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. ഏത് വർഷം? 1965 കൊടുത്താണ്. 1965. അന്ന് തൊട്ട് നമ്മള് എത്ര കാലം വരെ ഈ വണ്ടി ഓടിച്ചു? ഇപ്പോഴും ഓടും. ആണോ? ഇപ്പോഴും വളരെ ബാറ്ററി മാത്രം ശകലം വീക്കാന്നേ ഉള്ളൂ. ഞാൻ മിനിഞ്ഞാന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് ശരി. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഈ പണ്ടത്തെ കാറുകളൊക്കെ ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുന്നതിനുള്ളൊരു ഉത്തമ ഉദാഹരണമായിരിക്കും അല്ലേ ഇത്? കംപ്ലീറ്റ് മാനുവൽ വെഹിക്കിൾ ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. അന്ന് ഈ കളറും അമ്മുമ്മയുടെ ഐഡിയ ആണ്. ഈ ക്രീമും റെഡ് ഷെയ്ഡും അമ്മുമ്മയുടെ ഐഡിയ ആണ്. ഒരു യൂണീക് കളർ വേണ്ടി ഇങ്ങനെ ഒരു വേറൊരു കോമ്പിനേഷൻ വളരെ അപൂർവമാണ്. ഇപ്പോഴും അതിന് ഒരു പ്രശ്നമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത് ഭയങ്കര അത്ഭുതമല്ലേ? 1981 വരെ ഇത് പെട്രോൾ ആയിരുന്നു. ഇപ്പോഴത് ഡീസലാക്കി. അന്ന് ഇവിടെയല്ല, കോയമ്പത്തൂർ കൊണ്ടുപോയി എഞ്ചിൻ മാറ്റി ഡീസലാക്കി AC വെച്ചു. അതെന്തുകൊണ്ടാ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചേ? അന്ന് പെട്രോൾ വണ്ടി അന്നത്തെ ഒരു ഫാഷൻ ഡീസൽ അല്ലേ. ഇപ്പൊ തിരിച്ച് വീണ്ടും പെട്രോൾ ആയി. ഇപ്പൊ അത് മാറി ഇലക്ട്രിക് ആയി. ഇവിടെ ആക്ച്വലി എത്ര കാറുകൾ ഉണ്ടാകും? പഴയതോ? എനിക്കൊരു വോക്സ്വാഗൺ ബീറ്റിലൂടെ ഉണ്ട്. അതെ, അതിപ്പോ വർക്ക്ഷോപ്പിലാ. നാളെ അത് അടുത്ത ആഴ്ച വരും. ആണ്. അതല്ലാത്ത സാറ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന? ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കൊരു സെല്ലറിയാണ്. ചെറിയ വണ്ടി ആണ്. ചെറിയ വണ്ടി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു പജേറോ സ്പോട്ട്. രണ്ടുണ്ട്. ബേസിക്കലി ഒരു എന്താ പറയാ, ഒരു ട്രാവലർ ആണോ? ട്രാവലിംഗ് ഇഷ്ടമാണ്. കുഴപ്പമില്ല. നല്ല കുറച്ച് കൂടുതലും ഓഫ് റോഡാണ് ഇഷ്ടം. ആണ്. ഈ ഡ്രൈവ് ചെയ്ത് എവിടം വരെയൊക്കെ പോയിട്ടുണ്ടാവും? ഞാൻ മാക്സിമം ഇവിടുന്ന് ചെന്നൈ, ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഓഫ് റോഡ് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണോ? ഓഫ് റോഡ് താല്പര്യമുണ്ട്. അങ്ങനെ ഓഫ് റോഡ് പോയിട്ടുള്ള എവിടെയായിരിക്കും? ഓഫ് റോഡ് നമ്മുടെ പൊന്മുടിക്കടുത്തൊക്കെ ഓഫ് റോഡ് പോയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് എസ്റ്റേറ്റിലൊക്കെ കംപ്ലീറ്റ് ഓഫ് റോഡ് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈയിടയ്ക്ക് നെല്ലിയാമ്പതി പോയപ്പോഴ് അവിടെയും കുറച്ച് ഓഫ് റോഡ് പോയി. ഈ വണ്ടി ഇപ്പൊ സാർ അല്ലാതെ വേറെ ആർക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കാറുണ്ടോ? ഇതിപ്പോ അധികം ആരും ഓടിക്കൂല. അവർക്ക് ഇപ്പോഴത്തെ പുതിയ എന്താണ് തലമുറയ്ക്ക് ഇതൊക്കെ കണ്ടാലും മനസ്സിലാവും. അകത്ത് നോക്കാം. ആ ഡോറ് തുറന്നോളൂ. ഓ അത് ശരി. ഓ ഈ സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണല്ലോ. ആണേ, നോക്കിക്കോളൂ. എന്റെ അമ്മേ, ഇത് ഒന്ന് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ബാറ്ററി ഇത്ര ഡൗൺ ആണ്. നാളെ മറ്റന്നാളും കൊണ്ട് ശരിയാവും. ശരിയാവും അല്ലേ? ഭയങ്കര ഹോണൊക്കെ അല്ലേ? ഇനി അടിച്ചു നോക്കൂ. ഞാൻ ഓഫ് ചെയ്തു. ഹോൺ ഓഫ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നമ്മുടെ ഇത് ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഇല്ലാത്തൊരു സാധനമാണല്ലോ ഹോൺ ഓഫ് ചെയ്യാനുള്ള സൗകര്യം. ഇനി അതുപോലെ പിന്നെ ഇത് അന്നത്തെ ഇഗ്നിഷൻ ഇപ്പൊ ഓണായി.
അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആ കീ ഊരിയ വണ്ടി ഓടിക്കോളും. പഴയ കീലെസ് വെഹിക്കിൾ ആണ്. അതെ, ഈ ഡീസൽ വണ്ടി ആകുമ്പോഴേ കീ വേണ്ട, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. പൊക്കോളൂ അല്ലേ. AC ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് പിന്നീട് ഫിറ്റ് ചെയ്തല്ലേ AC ഒക്കെ? AC പിന്നെ എന്തൊക്കെയാ രണ്ടാമത് ഫിറ്റ് ചെയ്തത്? AC മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ടൈപ്പ് റെക്കോർഡർ, പഴയ കാസറ്റ് പ്ലെയർ ഉണ്ട്. ഓ, കാസറ്റ് പ്ലെയർ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ആണ്. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ച് റോട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ വാട്ടർ പ്രഷർ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്, ആംപിയർ മീറ്റർ, ഓയിൽ പ്രഷർ, ഫ്യൂവൽ പെട്രോൾ ഗേജ്, സ്പീഡോമീറ്റർ ഉണ്ടോ? പണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടില്ലേ 50, അതുവരെ പച്ച. 50 തൊട്ട് 80 വരെ മഞ്ഞ. സൂക്ഷിക്കണം. 80 കഴിഞ്ഞാൽ റെഡ്. അതെ, വളരെ സൂക്ഷിക്കണം. ഇത് പഴയ വണ്ടി ഹീറ്റ് ചെയ്യണം ഡീസൽ ആകുമ്പോഴേ. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഇതൊക്കെ വെയിറ്റ് ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചുമന്ന നളമാവും. ഇത് ഈ വണ്ടി ഓടിച്ചേ നമ്മൾ ഇപ്പൊ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആളുകൾ നോക്കും. ഇതിപ്പോ കാണാനില്ലല്ലോ. സത്യം, ഈ വണ്ടി കാണാനേ ഇല്ലാത്ത വണ്ടി. ഇനി ഇതിനകത്ത് നമ്മുടെ കൊട്ടാരത്തിന്റെ മുദ്രയുണ്ടല്ലേ പുറകില്? അതിപ്പോ സ്റ്റിക്കറിൽ ഒട്ടിച്ചിരിക്കാണ്. പണ്ട് ശരിക്കുള്ള എംബ്ലം ഉണ്ടായിരുന്നു. അല്ല, അത് ഒരുപാട് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 വണ്ടികളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രാജകൊട്ടാരത്തിലെ നിലവിലെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തിക്കുന്ന ഒരു കാർ. കാറിന് എത്ര വയസ്സുണ്ടാവും? 1965 മോഡൽ. 65 മോഡൽ. ഏകദേശം 65 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കോളൂ കേട്ടോ. 50 കഴിഞ്ഞു അല്ലേ? 57 വയസ്സായി. 57 വയസ്സ്. 57 വയസ്സുള്ള കുട്ടിയെ കണ്ടല്ലോ അല്ലേ? 3 വർഷം കൂടെ കഴിഞ്ഞാൽ 60-ാം പിറന്നാൾ നമ്മൾ ആഘോഷിക്കും. അതെല്ലാരും കണ്ടല്ലോ അല്ലേ? ഞാനിടയ്ക്ക് ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. ഇതുണ്ടല്ലേ. അപ്പൊ ഏതായാലും കവടിയാർ കൊട്ടാരം കാണുക, കൊട്ടാരത്തിനുള്ളിലുള്ള കാര്യങ്ങൾ കാണുക, ഇവിടെയുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ക്യൂരിയോസിറ്റികളിലൊക്കെയാണ് നമ്മൾ വന്നത്. അതേ ക്യൂരിയോസിറ്റി നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള കുറെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെ ഇത്രയും 60 വയസ്സ് ആഘോഷിക്കാറായ കാറിനെ നമ്മൾ കണ്ടു. അപ്പൊ ഏതായാലും ഇത്രയും എന്താ പറയാ, നമ്മളോട് ഭയങ്കര ജനറസ് ആയിട്ട് പെരുമാറിയ എല്ലാ കാര്യങ്ങളും ഭയങ്കര കൊണ്ടുനടന്ന് കാണിച്ച സാറിന് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. അപ്പൊ നമുക്കിനി എന്തെങ്കിലും ഒരിക്കൽ ഈ കൊട്ടാരം എപ്പോഴെങ്കിലും പബ്ലിക്കിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. പഴയ മഹാരാജാവിന്റെ ജന്മനാളിന് മഹാരാജാവ് ഉണ്ടായിരുന്നപ്പോ ആർക്കും വരാമായിരുന്നു. അത് ശരി. അദ്ദേഹം ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് അദ്ദേഹത്തിനെ കണ്ട് വിഷ് ചെയ്തിട്ട് തിരിച്ചു പോകുമായിരുന്നു. അത് ശരി. ആ ഒരു കാലഘട്ടത്തിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കയറി ഇറങ്ങി കണ്ടത് നമ്മളായിരിക്കും അല്ലെ? അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷം സാർ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ടു ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ. മികച്ച വിലയിൽ മികച്ച പ്രോപ്പർട്ടികൾ കാണിച്ചു തരുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ഇതാ. ഇനി കമ്മീഷനില്ല, കൂട്ടി പറയുന്ന വിലകളുമില്ല. ലോഗിൻ ചെയ്യൂ tittara.com.